വെൽക്കം ബാക്ക് ഡിയർ ചിൽഡ്രൻ. ഇത്രയും ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചത് എന്താണ് ഒരു സീക്വൻസ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഈ സീക്വൻസ് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്പെഷ്യൽ കേസാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സീക്വൻസസിനേക്കാളൊക്കെ വളരെ എളുപ്പമുള്ള വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സീക്വൻസ് ആണ്. ലോട്ട് മെനി സീക്വൻസസ് ആണ്. അടുത്ത വർഷം നിങ്ങൾ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലാണ്ട് ജോമെട്രിക് സീക്വൻസ്, അരിത്തമെറ്റിക്കോ ജോമെട്രിക് സീക്വൻസ് പറഞ്ഞിട്ട് നിരവധി സീക്വൻസസിനെ പറ്റി നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷെ അതിനകത്ത് ഏറ്റവും എളുപ്പമുള്ള വളരെ എളുപ്പമുള്ള ഒരു സീക്വൻസ് ആണ് അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി. സമാന്തര ശ്രേണി എന്ന് പറയാൻ കാരണം വി സ്റ്റാർട്ട് വിത്ത് എനി നമ്പർ ആസ് വി വിഷ്. നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നമ്പറിൽ നമ്മൾ തുടങ്ങുന്നു. ആൻഡ് വി മൂവ് ഫോർവേഡ് ബൈ ആഡിങ് എ പർട്ടിക്കുലർ നമ്പർ അഗെയിൻ ആൻഡ് അഗെയിൻ. വീണ്ടും ഒരേ നമ്പർ ഏതെങ്കിലും ഒരു നമ്പർ കൂട്ടി ഞാൻ ഇവിടെ ഇപ്പം 3 ആഡ് ചെയ്തിട്ട് അടുത്ത നമ്പർ ഉണ്ടാകാൻ പോവാണേ. അപ്പൊ ഞാനിവിടെ ഒരു കൊമ എടുത്ത് ബൈ ആഡിങ് 3 we will get 5 as a second term, and by adding the same 3 വീണ്ടും അതേ 3 തന്നെ വീണ്ടും ആഡ് നമുക്ക് എന്ത് കിട്ടും? 8 കിട്ടും. വീണ്ടും അടുത്ത ആഡ് ചെയ്താൽ 11 കിട്ടും. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു 3 ആഡ് ചെയ്തിട്ട് പോവാം. അപ്പോൾ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തു? 2 ൽ സ്റ്റാർട്ട് ചെയ്തു. and the terms are generated by adding the same number 3 repeatedly over and over again. വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ 3 കൂട്ടി നമ്മൾ അങ്ങ് ഇൻഫിനിറ്റി വരെ പോയി കൂടെ. അത്തരത്തിലുള്ള ഒരു സീക്വൻസ് ആണെന്ന് പറയാം സമാന്തര ശ്രേണി അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയാം. സമാന്തരം എന്ന് പറയാൻ കാരണം എന്താണ്? ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ടേംസ് 5 and 2 നമുക്ക് എന്ത് കിട്ടും? അതിനെ കോമൺ ഡിഫറൻസ് എന്നാ വിളിക്കുക. ആ ഡിഫറൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 5ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്താൽ മതി. 5 minus 2 സെക്കൻഡ് ടേമിന്റെ അകത്ത് നിന്ന് ഫസ്റ്റ് ടേം കുറച്ച് നോക്കിയാൽ മതി. 3 കിട്ടൂലേ? അതേ 3 ആയിരിക്കും ഫോർത്തിന്റെ അകത്ത് നിന്ന് തേർഡ് കുറച്ചാൽ, അല്ലെങ്കിൽ തേർഡിന്റെ അകത്ത് നിന്ന് സെക്കൻഡ് ടേം കുറച്ച് കഴിഞ്ഞാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 consecutive terms of an arithmetic sequence is always the same. ഒരേപോലെ ആയിരിക്കൂലേ ഏത് ടേം? നമ്മളിപ്പോൾ അടുത്ത ടേം എടുത്ത് നോക്കി കഴിഞ്ഞാൽ 11 plus 3 that's equal to 14 ആയിരിക്കും. അപ്പോൾ 3 ആഡ് ചെയ്ത് 14 എത്തുന്നതുകൊണ്ട് 14ന്റെ അകത്ത് 11 കുറച്ചാൽ നമുക്ക് എന്ത് തന്നെ കിട്ടും? 3 തന്നെ കിട്ടും. Therefore the difference is same everywhere. Therefore that difference is called common difference അല്ലെങ്കിൽ പൊതു വ്യത്യാസം. അപ്പോൾ 2 കാര്യങ്ങളാണ് അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് വേണ്ടത്. ഏതൊക്കെ ആലോചിക്കട്ടെ. നിങ്ങളോട് പറയണോ അരിത്തമെറ്റിക് സീക്വൻസ് എഴുതിയാട്ടെ എന്ന് നിങ്ങളോട് പറയുന്നതായിരിക്കാം. അപ്പോൾ യു വിൽ കൺഫ്രണ്ട് 2 questions ഇൻ യുവർ മൈൻഡ്. 2 questions നിങ്ങൾ നേരിടും. എന്തായിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിരിക്കും? നമ്മൾ എവിടെ ആരംഭിക്കണം? ഏത് നമ്പറിൽ ആരംഭിക്കണം? അതറിഞ്ഞാലേ നമുക്ക് ആരംഭിക്കാൻ വേണ്ടി വരുള്ളൂ. ഞാൻ ഒരു നമ്പർ പറയാം, 5 എന്ന് പറഞ്ഞ നമ്പറിൽ ആരംഭിക്കണം. പിന്നെ നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്തായിരിക്കും? എത്ര കൂട്ടിയാ പോകേണ്ടത്? അതും കൂടി അറിഞ്ഞാലേ കൂട്ടാൻ പറ്റുള്ളൂ. സോ ഇഫ് യു സ്റ്റാർട്ട് വിത്ത് ദിസ് 5 and if you want to add 2 repeatedly to form the sequence, നമുക്ക് 2 ആഡ് ചെയ്തിട്ടാണ് സീക്വൻസ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 ആഡ് ചെയ്ത നെക്സ്റ്റ് നമ്പർ would be 7 and next will be എന്തായിരിക്കും? അടുത്തെന്തായിരിക്കും? that will obtain by adding same number 2. therefore it will be 9 and so on. okay, so നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഡെഫിനിഷൻ അറിയണം. a sequence obtained by starting with any number, ഏതെങ്കിലും ഒരു നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യുക, and terms are generated by adding a fixed number. ഏതെങ്കിലും ഒരു ഫിക്സ്ഡ് നമ്പർ റിപ്പീറ്റഡ്ലി ഇങ്ങനെ ആഡ് ചെയ്ത് പോകുമ്പോൾ കിട്ടുന്ന സീക്വൻസിനാണെന്ന് പറയാം അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള വിശദീകരണം നോക്കുക. a sequence obtained by starting with any number and adding a fixed number repeatedly. a sequence എങ്ങനെ ജനറേറ്റ് ചെയ്യണം? we can start with any number and the terms are obtained by adding a fixed number repeatedly ഇങ്ങനെ ആഡ് ചെയ്ത് കിട്ടുന്ന ആ സീക്വൻസ്, that sequence is called an arithmetic sequence. അങ്ങനെയാണ് ഒരു arithmetic sequence എന്ന് പറയുന്നത് അല്ലേ? അത് കഴിഞ്ഞു. ഇതാണ് ടെക്സ്റ്റ് ബുക്കിന്റെ അകത്തുള്ള എക്സ്പ്ലനേഷൻ. സോ ആഫ്റ്റർ റൈറ്റിംഗ് ദ ക്യാപ്ഷൻ arithmetic sequence you have to write this definition. Just below that you have to write some examples of arithmetic sequence. Good example. So first of all, if I ask you to write one arithmetic sequence, some of you will write 1, 2, 3, 4, 5, 6, etc. These counting numbers. It's the best example for arithmetic sequence because we start with 1 and the terms are generated by or obtained by adding same number 1 with the preceding number. മുന്നേ ഉള്ള നമ്പർ കിട്ടിയ നമ്പറിൽ നിന്ന് ഒന്ന് കൂട്ടി അടുത്തയാൾ, വീണ്ടും ഒന്ന് കൂട്ടി അടുത്തയാൾ, അങ്ങനെ ഒന്ന് കൂട്ടി പോയെന്നല്ലേ? ഈവൻ നമ്പേഴ്സ് ആ പറഞ്ഞാലോ? that also is a beautiful one. Start with the first even number 2, then 2 plus 2, then 4 plus 2, then 6 plus 2. അങ്ങനെ ഓരോ കിട്ടുന്ന നമ്പറിന്റെ കൂടെയും സെയിം നമ്പർ 2 ആഡ് ചെയ്ത് പോയാൽ you will get best example of arithmetic sequence. Then you can start with 5. 5ന്റെ കൂടെ ഒരു 5 എന്ന് കൂട്ടി നോക്കിയോ? 5, 10, 15, etc. that also is an example. So you can start with any number and you can add any number repeatedly to get the arithmetic sequence. ഈ arithmetic sequence കിട്ടാൻ വേണ്ടി ഇങ്ങനെ ആഡ് ചെയ്ത് പോയാൽ you will get. ഇത് ഒരു അനുഭവത്തിനുണ്ട് ഞാൻ പറയാം. അരിത്തമെറ്റിക് സീക്വൻസിന് അപ്പുറത്ത് പണ്ട് ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് ജിയോമെട്രിക് സീക്വൻസ് ഒരു സാധനം ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ 5 എന്നൊരു നമ്പർ സ്റ്റാർട്ട് ചെയ്തു. ജിയോമെട്രിക് പറഞ്ഞാൽ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് പോകുന്നത്.
5 2 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ 2 ഗുണിച്ചാൽ 10 കിട്ടും, വീണ്ടും 2 ഗുണിച്ചാൽ 20 കിട്ടും, വീണ്ടും 2 ഗുണിച്ചാൽ 40 കിട്ടും. സോ എ പർട്ടിക്കുലർ നമ്പറിനെ കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ ജിയോമെട്രിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇവിടെ ആഡ് ചെയ്ത് പോകുന്നതിന് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നു. അത് രണ്ടും പണ്ട് പഠിക്കാനുണ്ടായിരുന്നു. ഇപ്പോൾ ആഡ് ചെയ്ത് പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസ് സിമ്പിൾ വൺ മാത്രമേ നമുക്കിപ്പോൾ പഠിക്കാനുള്ളൂ. സോ ദാറ്റ് ഇസ് വെരി ഈസി. This is the first question in this section. Check whether each of the sequence given below is an arithmetic sequence. Give reason, and for arithmetic sequence you have to write the common difference. അപ്പോൾ common difference എന്ന് പറഞ്ഞാൽ അടുത്ത ടേംസ് തമ്മിൽ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇവിടെ ഈ arithmetic sequence ആണ് എങ്കിൽ കുറേ സീക്വൻസ് എഴുതുന്നില്ല, സീക്വൻസ് എല്ലാം വെർബലി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആ സീക്വൻസ് arithmetic സീക്വൻസ് ആണോ അല്ലയോ നിങ്ങൾ പറയണം. കോമൺ ഡിഫറൻസ് ഉണ്ട്, ഒരേ സംഖ്യ കൂട്ടി പോയതാണെങ്കിൽ നമുക്ക് കോമൺ ഡിഫറൻസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് arithmetic സീക്വൻസ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ a sequence of odd numbers, we have to check whether the sequence of odd numbers is an arithmetic sequence or not. ഒരു arithmetic sequence ആണോ, ഒരു സമാന്തര ശ്രേണി ആണോ, ഒറ്റ സംഖ്യകളുടെ ശ്രേണി ഒരു arithmetic sequence ആണോ എന്ന് നമ്മൾ ഫസ്റ്റ് പറയേണ്ടത്. മനസ്സിലായല്ലോ? ഒറ്റ സംഖ്യകളുടെ ശ്രേണി മീൻസ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം 1 3 5 എക്സെട്ര ഇങ്ങനെ പോകുന്ന. അപ്പോൾ ഈ സംഖ്യാശ്രേണി ഒന്നിൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ 3, പിന്നെ 5, ഈ ഒറ്റ സംഖ്യകൾ ഓഡ് നമ്പേഴ്സ്. വി ഹാവ് ടു ചെക്ക് വെദർ ദിസ് സീക്വൻസ് ഈസ് അരിത്തമെറ്റിക് ഓർ നോട്ട്. ഈ സീക്വൻസ് അരിത്തമെറ്റിക് ആണോ എന്ന് പരിശോധിക്കണം. നമുക്ക് അത് പരിശോധിക്കാൻ വേണ്ടി നമുക്ക് ഒരു ആപ്ലെറ്റിലേക്ക് പോകാം. ഇവിടെ സീക്വൻസ് ഫസ്റ്റ് വരുന്നത് സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്നാണ് പരിശോധിക്കേണ്ടത്. സോ ലെറ്റ് us സ്റ്റാർട്ട്. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് നമുക്ക് ആദ്യം പരിശോധിച്ച് നോക്കാം. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് പറയുന്നതിന് പകരം സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വരുമ്പോൾ 1 2 3 എക്സെട്ര അങ്ങനെ പോകുന്ന സംഖ്യകളല്ലേ, അതിന്റെ ഡിഫറൻസ് ഓരോന്നിന്റെയും ഡിഫറൻസ് എത്രയാ 1 ആണ് പോകുന്നത്. അപ്പോൾ അതിന്റെ ഇടയിൽ ആരൊക്കെ ഉണ്ടാവും? ഈ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൽ ഓഡ് നമ്പേഴ്സ് ഉണ്ട്, ഈവൺ നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഇങ്ങനെ ഓൾട്ടർനേറ്റീവ്ലി എന്തുണ്ട്? ഓഡ് നമ്പർ ഉണ്ട്, ഈവൺ നമ്പർ ഉണ്ട്. സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു സക്സസീവ് ഓഡ് നമ്പേഴ്സ്, അടുത്തടുത്തുള്ള ഏതെങ്കിലും ഓഡ് നമ്പേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരിക്കും? എപ്പോഴും 2 ആയിരിക്കുമല്ലോ. ഒരു ഓഡ് നമ്പറിന്റെ അകത്ത് നമ്മളിപ്പോൾ പരിശോധിക്കുകയാണ് എങ്കിൽ നമ്മൾ സപ്പോസ് ഇവിടെ നമ്മൾ നോക്കുക 1 2 3 4 5 ഇങ്ങനെ പോകുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ അകത്ത് നമ്മൾ ഇവിടെ ഓഡ് നമ്പർ മാത്രം റൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓഡ് നമ്പർ, സെക്കൻഡ് ഓഡ് നമ്പർ, തേർഡ് ഓഡ് നമ്പർ, ആൻഡ് ദീസ് നമ്പേഴ്സ് ആർ വിത്ത് എ ഡിഫറൻസ് 2. ഡിഫറൻസ് 2 വെച്ചുകൊണ്ടാണ് ഇതെല്ലാം പോകുന്നത് അല്ലെ. ദ സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് ഈസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എന്താണ്? ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ദെൻ അടുത്ത നമുക്ക് പോകാം സീക്വൻസ് ഓഫ് ഈവൺ നമ്പേഴ്സ്. സീക്വൻസ് ഓഫ് ഈവൺ നമ്പേഴ്സ് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ എക്സാമ്പിളിന്റെ അകത്ത് തന്നെ നമ്മൾ ഇവിടെ നമ്മുടെ സാധാരണ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഓഡ് നമ്പേഴ്സ് ആൻഡ് ഈവൺ നമ്പേഴ്സ്. നമ്മളിപ്പോൾ സാധാരണ ഇതിൽ എഴുതുന്ന നമ്പേഴ്സ് എഴുതി നോക്കട്ടെ. 1 2 3 എഴുതിയാൽ 1 2 3 4 5 etc. These are the natural numbers. Natural numbers ഇങ്ങനെ പോവുകയാണ്. ഒരു ഡിഫറൻസിലാണ് നാച്ചുറൽ നമ്പേഴ്സ് ഉള്ളത്. നമ്മൾ അതിൻ്റെ അകത്തുള്ള ഈവൺ നമ്പേഴ്സ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈവൺ നമ്പേഴ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അടുത്ത നമ്പർ ഇവിടെ 6 ഉണ്ടാവില്ലേ. അപ്പോൾ ഇവിടെ വരുന്ന ഈ അടുത്തടുത്തുള്ള ഈവൺ നമ്പേഴ്സ് തമ്മിൽ ഡിഫറൻസ് എത്രയായിരിക്കും? 2 ആയിരിക്കും. അതായത് ഇവിടുന്ന് 4 - 2 ആണ്. അതുപോലെ തന്നെ 6 - 4 2 ആണ്. ശരിയല്ലേ? അപ്പോൾ എന്ന് പറയാൻ പറ്റും നമുക്ക് this sequence of even numbers is an arithmetic sequence. ശരിയല്ലേ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോയി നോക്കാം. You have to write like this. Okay, you have to write in words. എന്താണ് എഴുതേണ്ടത്? Sequence of even numbers is an arithmetic sequence with common difference 2. So next sequence of fractions obtained as the half of odd numbers. Odd numbers ന്റെ half ആയി കിട്ടുന്ന fractions. ഓഡ് നമ്പേഴ്സ് നമുക്കറിയാലോ 1 3 ഒറ്റ സംഖ്യകൾ 1 3 5 എക്സെട്ര. അതിന്റെ ഹാഫ് ആയി കിട്ടുന്ന സംഖ്യകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ എഴുതി നോക്കാം. സീക്വൻസ് ഈസ് 1/2 3/2 5/2 7/2 എക്സെട്ര. അതായത് മേലെയുള്ള ഈ നമ്പർ ഒക്കെ എന്താണ്? ഓഡ് നമ്പറാണ്, ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ 1 3 5 7 എക്സെട്ര എന്ന് ഒറ്റ സംഖ്യകളുണ്ട്. ആ ഒറ്റ സംഖ്യകളുടെ എല്ലാം ഹാഫ് ആക്കാൻ വേണ്ടി ഡിവൈഡഡ് ബൈ 2. All these odd numbers are divided by 2. Therefore the sequence is obtained by taking or considering the odd numbers first and all the terms are divided by 2. എല്ലാ സംഖ്യകളും നമ്മൾ by 2 എഴുതി വെച്ചു. This is the sequence of half of odd numbers. odd numbersന്റെ ഒറ്റ സംഖ്യകളുടെ പകുതികളുടെ സീക്വൻസ് ആണിത്. ഇനി ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പരിശോധിക്കണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ഇവിടെ ഇങ്ങോട്ടേക്കുള്ള ഡിഫറൻസ് ഒക്കെ സെയിം ആണെന്ന് നോക്കണ്ടേ? നമുക്ക് ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കുമ്പോൾ ആദ്യം ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിഫറൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഒരു ടേം 3/2
3/2 മൈനസ് ഈ ടേം എന്താണ് 1/2. ഈ 3/2 1/2 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. നിങ്ങൾ 9th ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ കുറക്കാൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അതിനേക്കാൾ എളുപ്പമാണ് ഇവിടെ. എന്താണ്? ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? സെയിം ഡിനോമിനേറ്ററിന് എഴുതാം. ഇവിടുന്ന് 3 - 1 എന്ത് എഴുതിയാൽ മതി? 2 എഴുതിയാൽ പോരെ. സോ 2/2 is equal to 1 is the answer. ശരിയായോ? ഇനി നമുക്ക് അവിടെ ഡിഫറൻസ് എത്രയായിട്ടത്? 1 ആണ് കിട്ടിയത്. ഇനി നമുക്ക് ഈ നമ്പറിന്റെ അകത്ത് ഇത് കുറച്ച് നോക്കാം, അല്ലെങ്കിൽ ഇതിന്റെ അകത്ത് ഇത് കുറച്ചാലും മതി. നമുക്ക് ഇതിന്റെ അകത്ത് ഇത് കുറച്ച് നോക്കാം. ഏത് നമ്പറിന്റെ അകത്ത്? 7/2 എന്ന് പറയുന്ന നമ്പറിന്റെ അകത്ത് ആരെ കുറച്ച് നോക്കാം? 5/2 കുറച്ച് നോക്കാം. അപ്പോൾ 5/2 കുറക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? These are the two fractions with the common denominator 2. Therefore you can write the same denominator 2. അല്ലേ? അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റേഴ്സ് ന്യൂമറേറ്റേഴ്സ് നമ്മൾ ഡിഫറൻസ് എന്താ വരുന്നത്? 7 - 5 that's equal to 2 അല്ലേ? Therefore 2/2 രണ്ടിന്റെ അകത്ത് 2 എത്ര പ്രാവശ്യം ഉണ്ടാവും? ഒരു പ്രാവശ്യം ഉണ്ടാവില്ലേ? അതുകൊണ്ട് the answer is 1. So the difference between any two successive terms, consecutive terms, അടുത്തടുത്തുള്ള രണ്ട് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എല്ലാം ഇപ്പോൾ എത്ര കിട്ടുന്നുണ്ട്? 1 കിട്ടുന്നുണ്ട്. Therefore this is an arithmetic sequence with common difference 1. നോട്ടിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ അറിയോ? ആദ്യം you have to write the sequence. ഈ സീക്വൻസ് എഴുതുക. ഈ സീക്വൻസ് എഴുതിയതിനു ശേഷം ഈ സെക്കൻഡ് ടേം കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? x2 മീൻസ് സെക്കൻഡ് ടേം എന്നർത്ഥം. t2 എന്നൊക്കെ എഴുതാം. അപ്പൊ നമ്മൾ x2 - x1 രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറച്ച് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇവിടെ നമ്മൾ 3/2 മൈനസ് 1/2 3/2 x2 സെക്കൻഡ് ടേം ആണ്. സെക്കൻഡ് ടേമിന്റെ അകത്ത് ഫസ്റ്റ് ടേം x1 കുറക്കുമ്പോൾ 3/2 മൈനസ് 1/2 എന്നാണ് കിട്ടുന്നത്. ദാറ്റ്സ് ഈക്വൽ ടു നമ്മൾ നേരത്തെ കിട്ടിയതുപോലെ കോമൺ ഡിനോമിനേറ്റർ 2 എന്ന് എഴുതി. 3 - 1 ദാറ്റ്സ് ഈക്വൽ ടു 2. Therefore the answer is 1. ഒരു വരി എഴുതി. അടുത്ത വരി എന്താ എഴുതുക? നമ്മൾ തേർഡ് ടേമിന്റെ അകത്ത് തേർഡ് ടേമിന് തൊട്ട് മുമ്പുള്ള ടേം കുറക്കുക. തേർഡ് ടേം തൊട്ട് മുമ്പുള്ള എത്രാമത്തെ ടേം ആയിരിക്കും? സെക്കൻഡ് ടേം ആയിരിക്കും അല്ലേ? സെക്കൻഡ് ടേം കുറക്കാണ്. x2 കുറക്കുക ഈസ് ഈക്വൽ ടു ആരിൽ നിന്ന് ആരെയാണ് കുറക്കേണ്ടത്? ഇവിടെ തേർഡ് ടേം ആരാണ്? 5/2 ആണ്. അതിന്റെ അകത്ത് തൊട്ട് മുന്നേയുള്ള റിസീവിംഗ് ടേം ആരാണ്? 3/2 ആണ്. അപ്പോൾ 3/2 കുറക്കുന്നു. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ വരച്ചു. ഡിവൈഡഡ് ബൈ therefore here also divided by 2. 5 - 3 that is also 2. Therefore 2/2 that's equal to 1. ഇനി എന്താണ്? ഇത് രണ്ട് സെയിം അല്ലേ? അത് നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? ഈ x2 - x1 എന്ന് പറഞ്ഞാലും x3 - x2 എന്ന് പറഞ്ഞാലും എത്രയാണ് കിട്ടുന്നത്? 1 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? This is an arithmetic sequence with common difference 1. മനസ്സിലായോ? This is an arithmetic sequence with common difference d equal to 1. ക്ലിയർ ആയോ? ഇത്രയും കാര്യം നിങ്ങൾ ഈ സീക്വൻസ് arithmetic sequence ആണ്. അതിന്റെ arithmetic sequence ആണെങ്കിൽ അതിന്റെ കോമൺ ഡിഫറൻസ് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കോമൺ ഡിഫറൻസ് എല്ലാ സ്ഥലത്തും കിട്ടുന്നത് എത്രയാണ്? 1 ആണ്. ശരിയായോ? അപ്പൊ നമ്മൾ എന്ത് എഴുതും? This is an arithmetic sequence with common difference 1 എന്ന് എഴുതാം. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് സീക്വൻസ് ഓഫ് പവേഴ്സ് ഓഫ് 2. പവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 ഫസ്റ്റ് പവർ എന്ന് പറഞ്ഞാൽ 2/1 എന്ന് വെച്ചാൽ 2 ആണ്. അപ്പൊ ആദ്യം നമ്മൾ 2 ഫസ്റ്റ് പവർ ഇസ് 2. സെക്കൻഡ് പവർ പറഞ്ഞാൽ 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 4 കിട്ടും. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 8 കിട്ടും. വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും 16 കിട്ടും. സോ ഇങ്ങനെ പവേഴ്സ് ഓഫ് 2 എന്ന് മൾട്ടിപ്ലൈ ചെയ്ത് 2 കൊണ്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന സീക്വൻസിനാണ് നമ്മൾ എന്താ പറയാ? ഇത് ഈ ഇൻഡെക്സ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. 4 എന്ന് പറഞ്ഞാൽ 2/2 ആണ്. 2/3 2/4 അങ്ങനെ എക്സെട്ര. ഇതിനെയാണ് നമ്മൾ പവേഴ്സ് ഓഫ് 2 എന്ന് പറയുന്നത്. ഇൻഡെക്സ് ഫോമിൽ എഴുതിയാൽ പെട്ടെന്ന് മനസ്സിലാവും. 2നെ 3 പ്രാവശ്യം ഗുണിച്ചത്, 2നെ 4 പ്രാവശ്യം ഗുണിച്ചത്. ഓക്കെ, ഇങ്ങനെ 4 കൊണ്ട് ഗുണിച്ചതല്ലേ, 4 പ്രാവശ്യം ഗുണിച്ചത്. ഓർമ്മയാണ്, നമ്മൾ മാറിപ്പോയത്. സോ അങ്ങനെ വരുന്ന ഈ സീക്വൻസ് പവേഴ്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2, 4, 8, 16 എക്സെട്ര. ഈസ് ഇസ് ആൻ arithmetic sequence. arithmetic sequence ആണോ? arithmetic sequence ആണെന്ന് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചെയ്ത് നോക്കിക്കൂടെ? എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമുക്ക് എഴുതി നോക്കിയാൽ സീക്വൻസ് ഇതാണ്. അപ്പൊ നമ്മൾ ആദ്യം എഴുതുക x2ൽ നിന്ന് ആരെ കുറച്ച് നോക്കുക? x1 കുറച്ച് നോക്കുക. നേരത്തെ കിട്ടുന്നത് 4 - 2. x2 - x1 is second term minus first term. ഒരു ടേമിന് തൊട്ട് മുമ്പുള്ള പദം കുറച്ചാൽ എത്ര കൂട്ടി അവിടെ എത്തിയെന്ന് മനസ്സിലാവില്ലേ? അപ്പോ 4ന്റെ അകത്ത് 2 കുറച്ചു. 2 കുറച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി? is equal to 2. That's 2 is the difference between the first two terms. ഇനി സെക്കൻഡ് ടേമും തേർഡ് ടേമും തമ്മിൽ ഡിഫറൻസ് നോക്കാൻ വേണ്ടി 4ഉം 8ലേക്ക് എത്താൻ വേണ്ടിയിട്ട് 2നെയാണോ കൂട്ടിയെന്നല്ല അറിയേണ്ടത്. അതുകൊണ്ട് നമ്മൾ അതിന്റെ തേർഡ് ടേമിന്റെ അകത്ത് നിന്ന് ആരെ കുറച്ച് നോക്കുക? സെക്കൻഡ് ടേം കുറച്ച് നോക്കുമ്പോൾ ഇവിടെ 8 ആണ് തേർഡ് ടേം.
അതിൻ്റെ അകത്ത് ആരെ കുറച്ച് നോക്കണം? 8 തൊട്ടും വരെ ഉള്ളത് 4 ഉള്ളത് സെക്കൻഡ് ടേം ആയിട്ട്. അപ്പോൾ ഡിഫറൻസ് എത്രയായിട്ടത് 4 ആണ്. ആർ ദ സെയിം? ഈ രണ്ട് ടേം തമ്മിൽ ഡിഫറൻസ് 2 ആണ്, ഇത് രണ്ട് തമ്മിൽ ഡിഫറൻസ് 4 ആണ്. അടുത്ത ടേം തമ്മിൽ ഡിഫറൻസ് 8 ആണ്. അപ്പോൾ ഡിഫറൻസ് കോമൺ ആയിട്ട് വരുന്നില്ല, കോമൺ ഡിഫറൻസ് അല്ല അത്. അതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ദീസ് ആർ ഡിഫറെന്റ്. ഏതൊക്കെ ഡിഫറെന്റ്? ഈ x2 ൽ നിന്ന് x1 കുറച്ചാൽ കിട്ടുന്ന ആൾ ആരോട് ഈക്വൽ അല്ല? x3യോട് x2 കുറച്ചാൽ കിട്ടുന്ന ഈ സംഖ്യ എന്തല്ല? ഈക്വൽ അല്ല. നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? therefore this is not an arithmetic sequence. മനസ്സിലായല്ലോ? ഇത് എന്തല്ല? arithmetic sequence അല്ല. ഡിഫറൻസ് is not common between terms. ഡിഫറൻസ് എന്തല്ല? അടുത്തടുത്തുള്ള പദങ്ങൾ തമ്മിൽ ഒരേപോലെ ഡിഫറൻസ് വരുന്നില്ല. therefore this is not an arithmetic sequence. അടുത്ത നോക്കാം. സീക്വൻസ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ നമ്മുടെ എണ്ണൽ സംഖ്യകളില്ലേ, അതിന്റെ റെസിപ്രോക്കൽസ്, അതിന്റെ വിൽക്രമങ്ങൾ എടുത്തു നോക്കിയാൽ അത്തരത്തിലുള്ള സീക്വൻസ് എന്താണെന്ന് നോക്കണം. സാധാരണഗതിയിൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ ഈ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4 ഇതൊക്കെ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ്. ഈ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു ഫ്രാക്ഷൻ ഫോമിൽ എഴുതുകയാണെങ്കിൽ ഓൾ ദ നമ്പേഴ്സ് ക്യാൻ ബി റിട്ടൺ ലൈക്ക് ദിസ്: 1/2/1, 3/1, 4/1 എക്സെട്ര. ഇങ്ങനെ പോലെ. അപ്പോൾ ഇവിടെ ഈ എല്ലാത്തിനും നമുക്കിങ്ങനെ ഒരു നമ്പറിന് ബൈ 1 എഴുതാം. കാരണം 4ന്റെ അകത്ത് നിന്ന് 1 4 പ്രാവശ്യം കിട്ടും. അതുപോലെ 3ന്റെ അകത്ത് നിന്ന് 1 3 പ്രാവശ്യം കിട്ടും. ദ ആൻസർ ഈസ് സെയിം. ദർ ഇസ് നോ ഡിഫറൻസ്. അതുകൊണ്ട് ഫ്രാക്ഷൻ ഫോമിൽ എഴുതിയാൽ നമ്മൾ എണ്ണൽ സംഖ്യകളെ നമുക്ക് ഇങ്ങനെ ഫ്രാക്ഷൻ പോലെ വിചാരിക്കാം. അതിന്റെ റെസിപ്രോക്കൽ, അതിന്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ അതിന്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അതിന്റെ അംശവും ഛേദവും പരസ്പരം മാറ്റിയ പോലെ. സോ ബൈ ഇന്റർചേഞ്ചിങ് ദിസ് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ we will get the sequence 1 divided by 1. Here this one divided by this one. Then comma 1 divided by 2. Then 1 divided by 3. Then 1 divided by 4, etc. This is the sequence of reciprocals of natural numbers. ഈ എണ്ണൽ സംഖ്യകളുടെ വിൽക്രമങ്ങളുടെ ഒരു സീക്വൻസ് ആണിത്. ഇതിന്റെ അകത്ത് ഇത് എന്താണെന്ന് നോക്കണം. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് പരിശോധിക്കണം. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് പരിശോധിക്കണമെങ്കിൽ സോ ഹിയർ നമുക്ക് x2 - x1 നോക്കാം. രണ്ടാമത്തെ പദത്തിന്റെ അകത്ത് നിന്ന് ഒന്നാമത്തെ പദം കുറച്ച് നോക്കുമ്പോൾ അതിൽ നിന്ന് ആരെ കുറക്കണം? 1/2ന്റെ അകത്ത് നിന്ന് ആരെ കുറക്കുക? 1 divided by 1 കുറക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് എന്ത് കിട്ടും? ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കോമൺ ഡിനോമിനേറ്റർ അല്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡിൽ ഈ 1 × 2 ഡിനോമിനേറ്റർ 2 മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതുക. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 1 മൾട്ടിപ്ലൈ നമുക്ക് എന്ത് കിട്ടും? 2 കിട്ടൂലേ? എന്ത് വേണം? ഇവിടുന്ന് ഇതിന്റെ കൂട്ടത്തിൽ ഇയാളെയും കൂടി ചേർത്ത് എഴുതുക. സോ 1 × 1 ദാറ്റ്സ് ഈക്വൽ ടു 1. ഇവിടെ പ്ലസ് ആണെങ്കിൽ പ്ലസ് എഴുതുക, മൈനസ് ആണെങ്കിൽ മൈനസ് എഴുതുക. ഇവിടെ മൈനസ് ആയതുകൊണ്ട് മൈനസ്. ദെൻ 2 × 1 ക്രോസ് ആയിട്ട് ഇവിടെ ഇങ്ങോട്ട് ഇവിടെയാണ് ഉള്ളത്, ഇവിടെയാണ് എഴുതേണ്ടത്. അപ്പോൾ അതിന്റെ എല്ലാവരും കൂടി വരും ക്രോസ് ആയിട്ട്, അതിന്റെ ഇപ്പുറത്തെ ഡിനോമിനേറ്റർ കൂടി വരും. സോ 2 × 1 ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 1 - 2 divided by 2. വാട്ട് ഇസ് 1 - 2? 2 ന് 1 കുറച്ച് എത്ര കിട്ടുക? 1 അല്ലേ കിട്ടുക. സോ 1 - 2 is equal to എന്താണ്? -1. -1 divided by 2 is the difference between these first two terms. ശരിയല്ലേ? ഇനി നമുക്ക് ആരുടെ ടേംസിന്റെ ഡിഫറൻസ് നോക്കേണ്ടത്? ഈ രണ്ട് ടേംസിന്റെ ഡിഫറൻസ് നോക്കണ്ടേ? അപ്പോൾ നമ്മൾ എന്താ എഴുതുക? ദിസ് ഇസ് ദ സെക്കൻഡ് ടേം, ദിസ് ഇസ് ദ തേർഡ് ടേം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? തേർഡ് ടേമിന്റെ അകത്ത് നിന്ന് ആരെ കുറക്കുക? സെക്കൻഡ് ടേം കുറക്കുക. കുറച്ചാൽ അതിൽ നിന്ന് ആരെ കുറക്കണം? 1/3ന്റെ അകത്ത് 1/2 ആണ് കുറക്കേണ്ടത്. ഞാൻ ഇത് മായ്ക്കാണ്. 1/3 മൈനസ് 1/2. 1/3ന്റെ അകത്ത് 1/2 കുറക്കണം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഒരു വര വെച്ചു. 3 × 2 കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതല്ലേ വേണ്ടത്. ഡിനോമിനേറ്റേഴ്സ് 2 മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്ത് എഴുതാൻ വേണ്ടി പറ്റും? 6 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഇവിടെ 1ന്റെ കൂടുതൽ ആര് വരണം? 2 കൂടി വരണം. സോ 1 × 2 ദാറ്റ്സ് ഈക്വൽ ടു 2. ഇനി ഇവിടെ എഴുതുന്ന നമ്പർ ഇവിടെ 1 അല്ലേ? 1ന്റെ കൂടുതൽ ആര് കൂടി വരണം? 3 കൂടി വരണം. 3 × 1 ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടും? 3. ശരിയല്ലേ? ദാറ്റ്സ് ഈക്വൽ ടു 2ന്റെ അകത്ത് 3 സബ്ട്രാക്ട് ചെയ്താൽ the answer is -1 divided by 6. Here the distance between or difference between third term and the second term is -1/6, and here the difference between these two terms is equal to -1 divided by 2. This is the difference. Are they same? No. Therefore we can say that
x2 minus x1 is not equal to x3 minus x2. Therefore, this is not an arithmetic sequence. Clear aya? So I took longer time. Okay, see you next video.